കള്ളവോട്ട് ചെയ്യാതെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDFന് ജയിക്കാനാകില്ലെന്ന് നിയുക്ത UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ്. 1,70,000-ലധികം വ്യാജ വോട്ടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം പരാജയം മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ ഈ പ്രതിരോധമെന്നാണ് LDF സ്ഥാനാർത്ഥി V ജോയിയുടെ മറുപടി. സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്നുറപ്പായതോടെ അടൂർ പ്രകാശിനു വേണ്ടി ചുവരെഴുതി തുടങ്ങി ആറ്റിങ്ങൽ മണ്ഡലം. സൈബറിടങ്ങളിലും വോട്ടുപിടുത്തം സജീവം. കോൺഗ്രസിന്റെ വിജയ സാധ്യതകൾ ചതിക്കുഴിയിലൂടെ മാത്രമേ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. നേരിട്ടൊരു പോരാട്ടത്തിന്, ജനാധിപത്യ വ്യവസ്ഥതയിലുള്ള നേരിട്ടൊരു പോരാട്ടത്തിന് ഒരാൾ തയ്യാറായാൽ അതായിരിക്കും അനുയോജ്യം. മറുപടിയുമായി LDF സ്ഥാനാർത്ഥിയും എത്തി. മറ്റ് പ്രശ്നങ്ങളില്ലാത്ത നിലയിലാണ് ആ വോട്ടർ പട്ടിക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്നതിൽ ഒട്ടും ഒരു വാസ്തവമില്ല. അതൊരു അഡ്വാൻസ് ജാമ്യമെടുപ്പാണ്. 1,70,000-ലധികം വ്യാജ വോട്ടുകൾ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ്. രണ്ടാം ഊഴം ജനങ്ങൾ എന്തിനു നൽകണമെന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശിന്റെ മറുപടി ഇങ്ങനെ: ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭം കുറിച്ചു കഴിഞ്ഞു. അത് കൂടാതെയാണ് അവിടുത്തെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകുന്നത്. ആറ്റിങ്ങൽ ഇത്തവണ ആർക്കൊപ്പം എന്നുള്ളത് കൗതുകമുണർത്തുന്ന ചോദ്യം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.